നമസ്കാരം. തോൽക്കാത്ത കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിടയിൽ പോപ്പ് സംഗീതങ്ങൾക്ക് പ്രിയമേറി വരികയാണ്. വിനോദത്തിനും ആനന്ദത്തിനും ആസ്വാദനത്തിനും എന്നതിലുപരി സൂക്ഷ്മമായി പരിശോധിച്ചാൽ പോപ്പ് സംഗീതങ്ങൾക്ക് ഒരു വൈജ്ഞാനിക തലം കൂടിയുണ്ടെന്ന് മനസ്സിലാക്കാം. പോപ്പ് സംഗീതങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഇതിഹാസ സംഭവങ്ങളാവട്ടെ, ഇതിഹാസ കഥാപാത്രങ്ങളാവട്ടെ, നാടോടി കഥകളാവട്ടെ, മനഃശാസ്ത്ര സമീപനങ്ങളാവട്ടെ, ഇവയെല്ലാം നമുക്ക് പുതുതായി ഒരറിവ് നൽകുന്നവയാണ്. ഇത്തരത്തിൽ പോപ്പ് സംഗീതങ്ങളിലൂടെ പുതിയ പുതിയ അറിവുകളെ കണ്ടെത്താനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ബോയ് ബാൻഡായ BTSന്റെ ബോയ് വിത്ത് ലവ് എന്ന സോങ്ങാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാട്ടിലെ ചെറിയൊരു ഭാഗമാണിത്. ഇവിടെ RMന്റെ വരികളിൽ വിത്ത് ദ വിങ്സ് ഓഫ് ഇക്കാറസ് യു ഗീവ് മീ എന്ന പ്രയോഗം കാണാം. ഗ്രീക്ക് പുരാണ ഇതിഹാസത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമായ ഇക്കാറസിനെ കുറിച്ചാണ് പാട്ടിലെ വരികളിൽ പരാമർശിക്കുന്നത്. ഗ്രീസിലെ പ്രസിദ്ധമായ നാടായ ക്രീറ്റിലെ രാജാവായിരുന്നു മിനോസ്. മിനോസ് രാജാവിൻ്റെ ആസ്ഥാന ശില്പിയായിരുന്നു ഡെഡ്ലസ്. ഡെഡ്ലസിൻ്റെ മകനാണ് നമ്മുടെ നായകനായ ഇക്കാറസ്. ഒരിക്കൽ മിനോസ് രാജാവ് തൻ്റെ ഭാര്യയായ പാസിഫയ്ക്ക് പിറന്ന പകുതി കാളയും പകുതി മനുഷ്യനുമായ മിനറ്റോറിൻ്റെ സംരക്ഷണത്തിനായി ഒരു കോട്ട പണിയാൻ തീരുമാനിച്ചു. വിചിത്രമായ രൂപത്തോടു കൂടിയ മിനറ്റോർ അതീവ ബലവാനും മനുഷ്യരെ ഭക്ഷണമാക്കുന്നവനുമായിരുന്നു. കോട്ട പണിയാനുള്ള ഉത്തരവാദിത്തം ശില്പിയായ ഡെഡ്ലസിനായിരുന്നു. മിനോസ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ധാരാളം ഇടനാഴികളും മതിലുകളും നിറഞ്ഞ, ഒരിക്കൽ അകത്തു കടന്നാൽ പിന്നീട് പുറത്തു കടക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ഒരു കോട്ടയാണ് ഡെഡ്ലസ് മിനറ്റോറിനായി പണി കഴിപ്പിച്ചത്. ഈ കോട്ടയാണ് ഗ്രീസിലെ പ്രസിദ്ധമായ ലാബിറിന്ത് കോട്ട. എന്നാൽ ഏതൻസിലെ വീരനായ തീസസ് കോട്ടയ്ക്കുള്ളിൽ കടന്ന് മിനറ്റോറിനെ വധിക്കുകയും അവിടെ നിന്ന് മിനോസ് രാജാവിൻ്റെ മകളുമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നിൽ ശില്പിയായ ഡെഡ്ലസ് ആണെന്ന് തെറ്റിദ്ധരിച്ച മിനോസ് രാജാവ് ഡെഡ്ലസിനെയും മകൻ ഇക്കാറസിനെയും കോട്ടയ്ക്കുള്ളിൽ അടച്ചു. കോട്ടയുടെ നിർമ്മാതാവ് ഡെഡ്ലസ് ആയതിനാൽ അദ്ദേഹത്തിനും പുത്രനും കോട്ടയ്ക്ക് പുറത്തു കടക്കുക പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ കടൽ മാർഗം സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും ലഭ്യമാകാത്തതിനാൽ ദ്വീപിന് പുറത്തു കടക്കുക എന്നത് വളരെ പ്രയാസകരമായിരുന്നു. ഡെഡ്ലസ് ദ്വീപിന് പുറത്തു കടക്കാൻ ഒരു ഉപായം കണ്ടെത്തി. മകനായ ഇക്കാറസിനോട് ദ്വീപിൽ നിന്നും കിട്ടാവുന്നിടത്തോളം പക്ഷിത്തൂവലുകളും തേനീച്ചക്കൂട്ടിൽ നിന്നുള്ള മെഴുകും ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവ ഉപയോഗിച്ച് കലാകാരനായ ഡെഡ്ലസ് മനോഹരമായ 2 ജോഡി ചിറകുകൾ നിർമ്മിച്ചു. പിതാവ് ചിറകുകൾ ഉപയോഗിച്ച് പറക്കാനുള്ള പരിശീലനം മകനു നൽകി. ഒടുവിൽ അവർ ദ്വീപിൽ നിന്നും പറന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കടലിനു മീതെ പറക്കാൻ തയ്യാറായി നിന്ന ഇക്കാറസിന് ഡെഡ്ലസ് 3 ഉപദേശങ്ങൾ നൽകി. വളരെ വേഗത്തിൽ പറക്കരുത്, വളരെ താഴ്ന്നു പറക്കരുത്, കടൽ ജലം തെറിച്ചു വീണ് ചിറകുകൾ നനയാം, വളരെ ഉയർന്നും പറക്കരുത്, സൂര്യൻ്റെ ചൂടിൽ മെഴുക് ഉരുകാം. ഇക്കാറസ് എല്ലാം സമ്മതിച്ചു. എന്നാൽ ചിറക് വിരിച്ച് പറന്നു തുടങ്ങിയ ഇക്കാറസിന് അത് പുതിയൊരു അനുഭവമായിരുന്നു. അവൻ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറന്നു. പിതാവിന് അവനെ തടയാനായില്ല. സൂര്യതാപത്താൽ മെഴുകുരുകി, ചിറകുകൾ അടർന്നുപോയി. നിലതെറ്റിയ ഇക്കാറസ് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പതിച്ചു. പിന്നീട് ഒരിക്കലും പിതാവായ ഡെഡ്ലസിന് തൻ്റെ പുത്രനായ ഇക്കാറസിനെ കണ്ടെത്താനായില്ല. ഇക്കാറസിന്റെ ജീവിതം ദുരന്തത്തിലാണ് അവസാനിക്കുന്നതെങ്കിലും ഇക്കാറസിനെയോ ഇക്കാറസിന്റെ ചിറകുകളെയോ ദുരന്തത്തിന്റെയോ അനുസരണക്കേടിന്റെയോ പ്രതീകമായല്ല ഗ്രീക്കുകാർ കണ്ടിരുന്നത്. പകരം ആത്മവിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും പരിശ്രമത്തിന്റെയും പ്രതീകമായാണ് കണ്ടിരുന്നത്. ഫലം വിജയമോ പരാജയമോ ആവട്ടെ, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പരിശ്രമിക്കാനും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇക്കാറസിന്റെ ചിറകുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാട്ടിലെ വരികളിൽ ഇക്കാറസിന്റെ ചിറകുകൾക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്.